ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എന്തായാലും നാട്ടിൽ ഫാമിലിയായിട്ട് ആഘോഷിക്കാൻ പറ്റി. ഇപ്രാവശ്യം ദുബായിൽ അതുകൊണ്ട് തന്നെ നേരെ ഓടി പെങ്ങളുടെ ചെന്നു. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ അതേ ഓണം മൂഡിലാണ് അവർ കംപ്ലീറ്റ്. അങ്ങനെ അവർ അത്തമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തം ഇടലും മാത്രമല്ല, ഒരു ഓണത്തപ്പനുണ്ട്. ഓണത്തപ്പനെയൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ച് അത്തം നല്ല ഭംഗിയായിട്ട് ഇട്ടു. അപ്പോൾ പെങ്ങൾ എന്തായാലും അടുക്കളയിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സദ്യയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സദ്യയൊക്കെ കഴിച്ച് പതുക്കെ വൈകുന്നേരം പിരിയാം. അതാണ് ഇവിടുത്തെ ഒരു രീതി. കാരണം ഫ്ലാറ്റിലാണല്ലോ ഇവിടെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ കറികളൊക്കെ റെഡിയായി. ഞങ്ങൾ സദ്യ വിളമ്പാൻ തുടങ്ങി. ഇലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ സദ്യയൊക്കെ വിളമ്പി. പിള്ളേർ സെറ്റിനെ എന്തായാലും ആദ്യം പിടിച്ചിരുത്തി അവരെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കാനായിട്ട് റെഡിയായിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. എന്തായാലും നല്ല രീതിയിൽ കഴിച്ചത് ജെനിയും സച്ചുമാണ്. അവർ നല്ല അടിപൊളിയായിട്ട് സദ്യ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് എല്ലാ കറികളും ചോറുമായിട്ട് നല്ലവണ്ണം കഴിച്ചു. സച്ച് നല്ല അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ തിരുവനന്തപുരം ബോളി ഇത് തിരുവനന്തപുരത്തെ ബോളിയല്ല, ഇവിടെ നിന്ന് വാങ്ങിച്ച ബോളിയാണ്. ആ ബോളിയും പാൽപ്പായസവും പഴമൊക്കെ ആയിട്ട് നല്ല കുഴച്ചടിക്കുകയാണ്. എന്തായാലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. ബൈ ബൈ.